ഞാൻ പറയട്ടെ, മുഴുവൻ രാഹുലിന്റെ കാര്യങ്ങൾ വ്യക്തിപരമായി നോക്കൽ നമ്മുടെ ജോലിയല്ല. പാർട്ടിപരമായിട്ട് ഞാൻ പറയുന്നു, UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ പ്രചരണം നടത്തുന്നതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ല. അദ്ദേഹം UDFന്റെ MLA ആണ്. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. UDF അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനുള്ള പാർട്ടി പരിപാടിയിൽ, ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കരുന്ന. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളെ ഷോളിട്ടു, സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നത് പോയി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പാലക്കാട് നഗരസഭയിൽ പോയി നോക്കുക, അവിടെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. BJPയുടെ RSSന്റെ നേതാക്കന്മാരാവാം, CPMന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അവിടെ ആർക്ക് വേണേ വരാലോ. ഇപ്പൊ അവിടെ MLA പോയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവിടെ നാമനിർദ്ദേശം കൊടുക്കുന്ന സ്ഥലത്ത് MLA പോയി? എന്തൊരു ആരോപണം അത്! വിചിത്രമായ കാര്യങ്ങളാണ്. നിങ്ങൾ അതിനുവേണ്ടി സമയം കളയണ്ട. ഇവിടെ പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റിനെതിരായിട്ടാണ്. ഈ പാലക്കാട്ട് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിന് നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം. കാരണം സമൂഹത്തിൽ അടുത്ത ജനറേഷൻ നല്ല സമത്വ സുന്ദരമായി ജീവിക്കണം, സുരക്ഷിതമായി ജീവിക്കണം. അതിന് വലിയ വെല്ലുവിളി നേരിട്ടുള്ള കാലമാണ്. അതുകൊണ്ട് ഐക്യജനാധിപത്യം കൊണ്ട് ഉയർത്തുന്നത് അഴിമതിക്കും ദുർഭരണത്തിനുമെതിരാണ്. അത് സ്റ്റേറ്റിലും ഈ നഗരസഭയിലും അതുപോലെയാണ്. ഇതിനുവേണ്ടി ഒരു വർഗീയ ശക്തികളുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടില്ല. നമ്മുടെ ജനാധിപത്യ മതേതര സംവിധാനം, അത് ആ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാക്കുക. എന്താ ചോദിച്ചത്? പ്ലീസ്. അല്ല, അതില് ഏത് പാർട്ടിക്കും പിന്നെ ആഗ്രഹം ഉണ്ടാകാം. ആ ആഗ്രഹത്തിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാം. അവർക്ക് സ്വപ്നം കാണാം. 53-ൽ 53 കിട്ടണമെന്ന് ആഗ്രഹിക്കാം. പക്ഷെ ഒരു കാര്യം, അടിപതറിയ അടിത്തറ തകർന്ന BJPക്ക് അത് പറയാനുള്ള ഒരു യോഗ്യതയില്ല. കാരണം അവരുടെ പാർട്ടി തന്നെ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നു. പലരും വെട്ടിനിരത്തുന്നു. ഹിന്ദു മതമാണ് എന്ന് പറഞ്ഞ് ആ ഹിന്ദു മതത്തിലെ ഒരുപാട് സമുദായങ്ങളെ അവഗണിക്കുന്നു. അതിൽ ശക്തമായ പ്രതിഷേധം അണികളിലുണ്ട്. പല നേതാക്കന്മാർക്കും മത്സരിക്കാൻ പറ്റിയിട്ടില്ല. പണ്ട് പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ ഇപ്പൊ ചുരുട്ടി മടക്കി വീട്ടിലിരിക്കുകയാണ്. മനസ്സിലായില്ല? ആ കുടുംബത്തെ ഒരംഗത്തിനെ പോലും വോട്ട് ചെയ്യിക്കാൻ കഴിയാതെ അനധികൃതമായി വെട്ടിമാറ്റി പരമോന്നത നീതിപീഠമായ ഹൈക്കോടതി അത് അനുവദിച്ചു വെച്ചാൽ BJPയുടെ സംസ്ഥാന നേതാവിന് കിട്ടിയ കരണത്തേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കോടതി വിധി. അപ്പൊ ജനാധിപത്യ പ്രക്രിയ, മതേതര സംവിധാനം എല്ലാം അട്ടിമറിച്ച് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കേരളത്തിലെ ഏറ്റവും അഴിമതിയുടെ മൂർത്തി പത്മാവമായി. നിങ്ങൾ ആലോചിക്കണം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2-3 ദിവസം മുമ്പാണ് കേന്ദ്രമന്ത്രി ഇവിടെ ഒന്ന് ഉദ്ഘാടനം നടത്തിയത്. നിങ്ങൾ പത്രക്കാർ കൊടുത്തോ? ഒരു പദ്ധതി പൂർത്തിയാകാതെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ നിയമപരമായിട്ട്? ഇവിടെ ടൗൺ ഹാള് കിടക്കുന്നില്ലേ? അപ്പുറത്ത് സുൽത്താൻപേട്ട ഷോപ്പിംഗ് കോംപ്ലക്സ് ഇല്ലേ? നിങ്ങൾ ഇന്ന് ദയവേത് ഉദ്ഘാടനം കഴിഞ്ഞ് ഇത്ര മാസമായിട്ട് ഇല്ലെങ്കിൽ ഇത്ര ആഴ്ചയായിട്ടും പൂർത്തിയാക്കാത്തതെന്ന് ഒന്ന് ജനങ്ങളോട് പറഞ്ഞോ? ഞാൻ ഇവിടുത്തെ പാർലമെന്റ് അംഗമാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് ഈ പണം മുഴുവൻ, നഗരസഭയുടെ അല്ല. ഒരു ക്ഷണക്കത്ത് പോലും എനിക്ക് തന്നിട്ടില്ല. ഞാനതിൽ പ്രതിഷേധിക്കാൻ പോയില്ല. കാരണം എന്തറിയോ? അല്പത്തരമാണ്. സുരേഷ് ഗോപിക്ക് വരെ നിങ്ങൾ ആലോചിക്കുക, ഒരു കേന്ദ്രമന്ത്രി വരുമ്പോൾ അവിടുത്തെ MP ഉണ്ടോ ചോദിക്കണ്ടേ? ഇതൊരു ജനാധിപത്യ പ്രക്രിയ. ഇവിടെ കുടുംബസ്വത്തല്ല. ഈ ഫണ്ടെന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതി പണമാണ്. ആ നികുതി പണം ചെലവഴിക്കുന്നത് പോലും വിവേചനം കാണിച്ച ആളുകൾ. പൂർത്തിയാക്കാത്ത പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് അവർക്കറിയാം. ഈ 35 പറഞ്ഞ വിദ്വാനുണ്ടല്ലോ, അയാൾക്കറിയാം ഇനി നഗരസഭാ ഭരണം വീണ്ടും കിട്ടില്ല. അതുകൊണ്ടാണ് പൂർത്തിയാക്കാത്ത പദ്ധതികൾ കേന്ദ്രമന്ത്രിമാരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. എന്റെ സഹപ്രവർത്തകയായ ഒരു MP കൊപ്പത്ത് വന്നു. അവിടുത്തെ കൗൺസിലർ, ആ പരിസരത്തുള്ള പാർട്ടിക്കാർ അറിഞ്ഞില്ലെന്നാ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ അറിഞ്ഞില്ലെന്നാ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കും, നഗരസഭാ ചെയർപേഴ്സൺ BJP, അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ BJP, വന്ന MP BJP. എന്താ നടന്നത്? നിങ്ങൾ കോൺഗ്രസിനെയാണെങ്കിൽ വെറുതെ വിടുവോ? ഒരാഴ്ച നിങ്ങൾ ആഘോഷിക്കില്ലേ? നിങ്ങളും അത് കണ്ണടച്ചു വിടുകയാണ്. ഈ അഴിമതി പ്രവർത്തനത്തെ കണ്ണടയ്ക്കുന്നു നിങ്ങൾ. മാധ്യമ പ്രവർത്തകർക്ക് ഭയമാണ്. ഇന്ത്യയിൽ രാജ്യത്ത് നിങ്ങൾക്ക് BJP ഭയമാണ്. പാലക്കാട് എന്തിനു ഭയക്കുന്നു? ഒരാൾ പറഞ്ഞു അതിപ്പോ പത്രത്തിൽ ഞങ്ങൾ കാണല്ലേ, ചാനലിൽ കാണല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാ പണി? ഒരു ബസ് സ്റ്റോപ്പ്
അതിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കി നിങ്ങൾ എല്ലാ ചാനലുകാരും ആഘോഷിച്ചു ഒലവക്കോട്. അതിന് യഥാർത്ഥ വസ്തുത റെയിൽവേ ഡെപ്പോസിറ്റ് സഖ തിരിച്ചു തരാത്ത 10 ലക്ഷം റുപ്യ ഡെപ്പോസിറ്റ് സഖ തിരിച്ചു വന്നു. നിങ്ങൾ എത്ര ചാനലുകാർ കൊടുത്തു? നിങ്ങൾക്ക് വിവാദം ഉണ്ടാക്കണം, നിങ്ങൾ വാർത്ത കൊടുക്കണം, അതിൽ വിരോധമില്ല. നിങ്ങൾ ഉദ്ഘാടനം കൊടുത്തോ, 2 ദിവസം കഴിഞ്ഞാൽ അത് പണി പൂർത്തിയായിട്ടില്ല, പകുതി പണി പൂർത്തിയായിട്ടില്ല എന്ന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? ടൗൺ ഹാള് നിങ്ങൾ 1-2 പേര് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് എല്ലാവരെയും ഒരുമിച്ചല്ല പറഞ്ഞു. ചില മാധ്യമങ്ങൾ